ഹലോ, വെൽക്കം ബാക്ക്. പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുട്ട പഫ്സാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് വെള്ളം അല്പായിട്ട് ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് മാവ് പരുവത്തിലാക്കിയെടുക്കണം. മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മളത് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മളുടെ മാവ് ഒന്നും കൂടെ ലൂസായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കൈവച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇതാ നമുക്ക് ഇതിന്ന് 4 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. അത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്കതൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മൈദപ്പൊടി ആവുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് അതൊന്ന് നല്ലപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് 2ആയിട്ട് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടി നിൽക്കാതിരിക്കാനും നമ്മൾ ആ ലെയറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് 4ാമത്തെ മടക്കാണിത്. അങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗത്തു കൂടെ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളുടെ ഫസ്റ്റത്തെ ബോൾ നമ്മൾ പരത്തിയെടുത്തു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇത് സെയിം മെത്തേഡിൽ തന്നെ പരത്തിയിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈം സ്പെൻഡിങ് മാത്രമേ നമുക്ക് ഇതിലൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വീണ്ടും ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞിട്ടൊന്നുമല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിക്കുന്ന സമയത്തും അതിലുള്ള ഉള്ളി നമുക്കൊരു കടിക്കാവുന്ന ഒരു പാകത്തിനല്ല നമുക്ക് കിട്ടാറ്. അപ്പോൾ അതാ വല്ലാതെ കനം കുറഞ്ഞിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ഒരല്പം കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവ് നമുക്ക്
ഒന്നുകൂടെ പരത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ട് കൊടുത്തു. അതിന് മുകളിലേക്കായിട്ട് ഒരൽപ്പം കൂടെ പൊടിയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിത് പരത്തിയെടുക്കുന്നത് ചതുരത്തിൽ വേണം പരത്തിയെടുക്കാൻ. മാക്സിമം എത്ര ചതുരമായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന അത്ര നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അത് ഒന്നുകൂടെ മടക്കി കൊടുക്കുക. വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മടക്കി കൊടുക്കുക. അങ്ങനെ അതാ വീണ്ടും 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകൾ വശത്തും അതുപോലെ അടിവശത്തും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ അതൊന്ന് കൈവച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തേണ്ട കാര്യമല്ല. അതൊന്ന് പരത്തി നമ്മൾ പഫ്സിൻ്റെ ഷീറ്റിൻ്റെ വലുപ്പത്തിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ലെയർ കറക്റ്റായിട്ട് കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഒട്ടി നിന്നിട്ട് നമ്മൾ ആ ലെയർ കറക്റ്റായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ലെയർ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഫ്സിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് കിട്ടുന്ന ആ ലെയറിൻ്റെ ആ പെർഫെക്റ്റ് ലെയറൊന്നും കിട്ടില്ല. എന്നാലും ഓക്കെ ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഷീറ്റൊക്കെ മേടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഇങ്ങനെ മൈദയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പഫ്സൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫോമിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റും പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഗ്ഗും വെച്ച് കൊടുത്തിട്ട് ബോയിൽ ചെയ്ത എഗ്ഗും വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളുടെ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ ചെറുതായിട്ട് അതുപോലെ പുറത്തൊക്കെ ചെറുതായിട്ട് ലെയറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.